ഉസ്ബെക്കിസ്ഥാന്റെ കിഴക്കൻ പ്രദേശങ്ങളിലെ മലനിരകളിലൂടെയും ഉൾഗ്രാമങ്ങളിലൂടെയുമുള്ള സഞ്ചാരം തുടരുകയാണ്. ടൂറിസ്റ്റ് പ്രദേശമായ ഷിംഗാൻ എന്ന പ്രദേശം സന്ദർശിച്ചു. അത് കഴിഞ്ഞ് ഷിർവാക് തടാകത്തിലിറങ്ങി. ഷിർവാക് റിസർവോയറിൽ പോയി. ആ കാണുന്ന ഡാമാണ് ഈ ഷിർവാക് തടാകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. കൂറ്റനൊരു ഡാം, ഒരു ഗ്രാവിറ്റി ഡാമാണ്. ആ ഡാമിന്റെ താഴെയുള്ള ഭാഗമാണിവിടം. അവിടെ ടൂറിസത്തിനു വേണ്ടി ചില സംവിധാനങ്ങളൊക്കെ ഒരുങ്ങി വരുന്നുണ്ട്. ടൂറിസ്റ്റ് പോലീസിന്റെ ഒരു ആസ്ഥാനമൊക്കെ അവിടെയുണ്ട്. ഷിർവാക് ചെറിയൊരു പട്ടണം തന്നെയാണ്. അത് നദിക്കക്കരെയാണ്. താഴെ കൂടി ഷിർഷിക് നദി ഒഴുകുന്നുണ്ട്. നദിക്കക്കരെ ഷിർവാക് പട്ടണം. അതൊരു ആധുനിക പട്ടണം പോലെയാണ് നമുക്ക് ഇക്കരെ നിന്ന് കാണുമ്പോൾ തോന്നുക. അക്കരയ്ക്ക് പോകാൻ പാലം കടക്കണം. അവിടം ടൂറിസത്തിന്റെ വലിയൊരു കേന്ദ്രമാണ്. നദി വീണ്ടും ഒഴുകുമ്പോൾ താഴെ വേറെയും ചെറിയ ഡാമുകൾ പലതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തീരങ്ങളൊക്കെ വലിയ തോതിൽ കൃഷി നടക്കുന്ന പ്രദേശങ്ങളാണ്. ടൂറിസവും കൃഷിയും ഈ പ്രദേശത്തിന്റെ വലിയ വരുമാന സ്രോതസ്സുകളാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ പിന്നിടുന്നു. ഇത് ഹോജി കെൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് പോകുമ്പോഴും നദി കാണാം. നദിയുടെ തീരഭാഗത്ത് പച്ചപ്പും കൃഷിയിടങ്ങളുമുണ്ട്. എന്നാൽ അതിനപ്പുറം വരണ്ട കുന്നുകളാണ്. അക്കരെ പുൽമേടുകൾ, മൊട്ടക്കുന്നുകൾ, താഴ്വാരത്ത് കൃഷിയിടങ്ങൾ, നദിയുടെ ഓരത്ത് ഗ്രാമങ്ങൾ. പഴയ സോവിയറ്റ് കാല കഥകൾ ഓർമ്മയിലെത്തിക്കുന്ന ഗ്രാമങ്ങളാണ്. ടോൾസ്റ്റോയിയും അലക്സാണ്ടർ പുഷ്കിനുമൊക്കെ രചനകളിൽ വിവരിച്ച തരം ഗ്രാമങ്ങൾ. ഹൈവേയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ മറുവശത്തും കൃഷിയിടങ്ങളാണ് കാണുന്നത്. പാരമ്പര്യ വിശ്വാസം പുലരുന്ന ഗ്രാമങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. പട്ടണങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ സ്ത്രീകൾക്ക് അവസരങ്ങൾ കുറവാണെന്നതാണ് ഒരു കാര്യം. ഉസ്ബെക് ഗ്രാമങ്ങളിലെ സ്ത്രീകളിൽ മിക്കവരും വീട്ടുജോലികളിൽ ഒതുങ്ങിക്കഴിയുന്നവരാണ്. പോകുമ്പോൾ പലയിടത്തും ഷിർഷിക് നദിയിലെ ഡാമുകൾ കാണാം. വലിയൊരു നദിയാണ് ചിർച്ചിക് എന്ന് ഇന്നാട്ടുകാർ പൊതുവെ പറയുന്ന ഷിർഷിക് നദി. അതിൽ പലയിടത്തും ഇങ്ങനെയുള്ള ചെക്ക് ഡാമുകളുണ്ട്. പല ഭാഗങ്ങളിൽ വെച്ചും ഞങ്ങൾ ഷിർഷിക് നദിയെ ക്രോസ് ചെയ്യുന്നു. ടിയാൻഷാൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഷിർഷിക് നദിക്ക് 155 കിലോമീറ്റർ നീളമുണ്ട്. ഇവിടുത്തെ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നത് ഈ നദിയും അതിൽ നിന്നുള്ള കനാലുകളുമാണ്. നിരവധി കനാലുകളുണ്ട്. ഈ പ്രദേശങ്ങളിലെ ജലസേചനത്തിൽ വലിയ പങ്കാണ് ഈ ഷിർഷിക് നദിയും ഷിർവാക് ഡാമും താഴെയുള്ള മറ്റു ചെറിയ ഡാമുകളുമൊക്കെ വഹിക്കുന്നത്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ്. വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ചെറിയൊരു ഗ്രാമത്തിലേക്കെത്തുന്നു. സൈലിക് എന്ന ഗ്രാമമാണ്. ഒരു കാർഷിക ഗ്രാമമാണിത്. പരുത്തിയും പഴവർഗ്ഗങ്ങളുമൊക്കെ കൃഷി ചെയ്യുന്ന ഗ്രാമം. ഈ സൈലിക് ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വണ്ടി വിടാൻ ഞാൻ പറഞ്ഞു. ഹൈവേയിൽ നിന്ന് ഉള്ളിലേക്കൊന്നു പോകാം. ചില ഗ്രാമങ്ങൾ അടുത്ത് കാണാമല്ലോ. ചെറിയ ആളനക്കമൊക്കെയുള്ള ഗ്രാമവഴികൾ. വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. മിതമായ സൗകര്യങ്ങൾ. കുഴമണ്ണ് കൊണ്ട് പണിതതാണ് മിക്ക വീടുകളും. വീടുകളെല്ലാം ചേർന്നു നിൽക്കുന്നു. വലിയ മതിലുകളാണ് റോഡിനെ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീടിന്റെ മുറ്റമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. വീടുകൾക്കെല്ലാം വലിയ പ്രൈവസിയാണ് ഇവിടെ. എല്ലാ വീട്ടിലേക്കും തുറക്കുന്ന വലിയൊരു ഗേറ്റ് ഉണ്ടാകും. ആ ഗേറ്റ് കടന്നു ചെല്ലുന്നത് വീടിന്റെ നടുമുറ്റം പോലൊരു ഭാഗത്തേക്കാണ്. വീടിന്റെ ഒരു ഭിത്തി തന്നെയാണ് പലയിടത്തും മതിലായി മാറുന്നത്. വീടിന്റെ മുകളിൽ തകരം മേഞ്ഞ മേൽക്കൂര കാണാം. അതിന് താഴെ വലിയൊരു മച്ചുണ്ടാകും. അവിടെയാണ് വൈക്കോലും പശുവിനും കുതിരയ്ക്കും കഴുതയ്ക്കുമൊക്കെയുള്ള തീറ്റയും മറ്റും സൂക്ഷിക്കുന്നത്. അവിടെ ഒരു ജംഗ്ഷനിൽ വണ്ടി കൊണ്ടുപോയി നിർത്തി. മനുഷ്യരെ ഒന്നും കാണുന്നില്ല. ഉച്ചകഴിഞ്ഞ സമയമായതുകൊണ്ടും ഇന്നൊരു അവധി ദിവസമായതുകൊണ്ടുമൊക്കെ ആയിരിക്കാം. ഇന്നൊരു ശനിയാഴ്ചയാണ്. കുറച്ചു കാറുകളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെയും കുഴമണ്ണുകൊണ്ട് ഭിത്തിയുണ്ടാക്കിയ വീടുകളാണ് മുഴുവൻ. കാറുകളിൽ മോഡേൺ കാറുകളും സോവിയറ്റ് കാലഘട്ടത്തിലെ ലാദാ കാറുകളുമുണ്ട്. അങ്ങുമിങ്ങുമൊക്കെ ഞങ്ങൾ നടന്നു. രാകേഷും പല വഴിയിലും പോയി ഒന്ന് നോക്കി. പക്ഷേ മനുഷ്യരെ കാണുന്നില്ല. രാകേഷിനാണ് ആളുകളെ കണ്ട് ഷൂട്ടിങ്ങിന് അനുമതി വാങ്ങിക്കേണ്ട ചുമതല. കനത്ത മതിൽക്കെട്ടുകൾ പോലെയാണ് ഓരോ വീടിന്റെയും ഭിത്തി. അതിന് പുറത്തേക്ക് ജാലകങ്ങളൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ജീവിതമുണ്ട്.
ഗ്രാമത്തിൽ പല വഴികൾ പല ദിശകളിലേക്ക് തിരിഞ്ഞു പോകുന്നതും കാണാം. ലാദാ കാറുകൾ എവിടെയുമുണ്ട്. ഇത് പഴയകാലത്ത് ഈ നാടുകളിലൊക്കെ പ്രാമാണിത്യമുള്ളൊരു കാറായിരുന്നു. ഇവിടെ ഗ്രാമങ്ങൾ ഇങ്ങനെയാണ്. ഇതിനകത്ത് നിന്ന് മനുഷ്യരുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അകത്താളുണ്ട്, പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റില്ല. വാതിലുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാമങ്ങളിലെ ട്രഡീഷണൽ വീടുകൾ ഇങ്ങനെയായിരുന്നു. നൂറ്റാണ്ടുകളായി ഇതിങ്ങനെ തന്നെയായിരുന്നുവെന്ന് കാഴ്ചയിൽ മനസ്സിലാകും. കനത്ത ഗേറ്റിലെ കൊത്തുപണികളും കരകൗശലവും ഒക്കെ കാണുമ്പോൾ അറിയാം. മേൽക്കൂരയുടെ താഴെ തടിയിൽ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെ കുഴമണ്ണാണെങ്കിലും തടികൊണ്ട് പണിതിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ കലാപരമായിട്ടാണ്. എന്നാൽ പലയിടത്തും ചുട്ടെടുക്കാത്ത മൺകട്ടകൾ കൊണ്ടാണ് ചുവര്. അതിൽ മണ്ണുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നു. തകരവും കുഴമണ്ണും മൺകട്ടയും മരവുമൊക്കെ കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത്. തറ കോൺക്രീറ്റ് കൊണ്ടാണ്. അതിനും മൺഭിത്തിക്കുമിടയിൽ ഒരു പലകയുമുണ്ട്. അങ്ങനെ ഒരു ജംഗ്ഷനിൽ ചെന്നപ്പോൾ ഒരാളെ കണ്ടു. അയാളെ പരിചയപ്പെട്ടു. വേറൊരാൾ കാറുമായിട്ടും വന്നു. നടന്നു വന്നയാളുടെ പേര് കാമിൽ എന്നാണ്. ഞങ്ങൾ സംസാരിച്ചു. ഇന്ത്യയിൽ നിന്നാണെന്നും പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. വളരെ ഫ്രണ്ട്ലിയാണ് ആളുകൾ. ഈ ഗ്രാമത്തിലെ ജീവിതമൊക്കെ ഒന്ന് കാണാൻ വന്നതാണെന്ന് ഞങ്ങൾ വിശദീകരിച്ചു. അവധി ദിവസമായതിനാൽ പലരും കിടന്നുറങ്ങുന്ന സമയമാണ്. ചിലരൊക്കെ ടൗണിൽ പോയിട്ടുണ്ടാകും. തന്നെയുമല്ല, ഇവിടെ നിന്ന് കുറെ ആളുകൾ താഷ്കണ്ടിലേക്കൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പല വീട്ടിലും സ്ത്രീകളും വയസ്സായവരുമൊക്കെയേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ വീട് ഇവിടെ തൊട്ടടുത്തു തന്നെയാണ്. കൂടാതെ ഇവിടെ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആ വീട് പണിയുടെ സൂപ്പർവിഷനു വേണ്ടി പോവുകയാണ്. തൊട്ടടുത്ത് താമസിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന വീടിന്റെ നേരെ മറുവശത്താണ് ഇദ്ദേഹം പുതിയ വീട് പണിയുന്നത്. അവർ യാത്ര പറഞ്ഞു പോയി. വീടിന്റെ ഉൾഭാഗം നമ്മളെ കാണിക്കുന്നതിൽ അവർക്കൊന്നും വലിയ താല്പര്യമില്ലെന്ന് മനസ്സിലായി. കാമിലും കൂട്ടുകാരനും നടന്നകന്നു. ഇതാണ് അയാളുടെ വീടിന്റെ പണി നടക്കുന്ന സ്ഥലം. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഗ്രാമം. ഞങ്ങൾ അതിലൂടെയൊക്കെ കുറച്ചു നേരം ചുറ്റി നടന്നു. ഉസ്ബെക്കിസ്ഥാന്റെ ഉൾനാട്ടിലെ ഒരു ഗ്രാമത്തിന്റെ പൊലിമ ഇത്രയൊക്കെയുള്ളൂ. നൂറ്റാണ്ടുകളായി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ജീവിതം. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേറൊരു വീടിന്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ട് രാകേഷ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആരെയോ കണ്ടു. ഒരു സ്ത്രീയാണ്. റഷ്യൻ ഭാഷ കുറച്ചൊക്കെ അറിയാം. രാകേഷ് അവരുമായി സംസാരിച്ചു. അവർക്കെന്തോ രോഗമുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. 2 കുട്ടികളുമുണ്ട്. പെൺകുട്ടികളാണ്. വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു. അവർ ഗേറ്റ് കടന്നുവന്ന് ചൂണ്ടിക്കാണിച്ചു തന്നു. അവിടെയാണ് ഇവരുടെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്. അവരെ ഇടയ്ക്ക് പോയി അന്വേഷിക്കണം. അച്ഛനും അമ്മയും മാത്രമേ അവിടെയുള്ളൂ. 2 വീടപ്പുറമാണ് എന്നൊക്കെ പറഞ്ഞു. പല കാര്യങ്ങളും ചോദിച്ചു ഞങ്ങൾ. ഇവരുടെ ഭർത്താവ് ഇവിടെയില്ല. പുള്ളി താഷ്കണ്ടിലാണ് ജോലി ചെയ്യുന്നത്. ഈ സ്ത്രീയും 2 പെൺമക്കളും മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. ഭർത്താവ് 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് വരിക. അച്ഛനെയും അമ്മയെയും നോക്കലും ഇവരുടെ ജോലിയാണ്. കുറച്ച് പശുക്കളുണ്ട്. അതിന്റെ പാലൊക്കെയാണ് ഇവരുടെ ഒരു വരുമാന മാർഗം. കാര്യമായിട്ട് കൃഷിയൊന്നുമില്ല. ഭർത്താവ് താഷ്കണ്ട് ടൗണിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സ്ഥാപനത്തിലെ പണിക്കാരനാണ്. ഈ മകളുടെ പേര് റോബിയ എന്നാണ്. മൂത്ത കുട്ടിയാണിത്. വേറൊരു പെൺകുട്ടി കൂടിയുണ്ട്. അവളുടെ പേര് മറിയം എന്നാണ്. അപ്പോൾ റോബിയയും മറിയവും ഈ സ്ത്രീയും കൂടിയാണ് ഇവിടെ വസിക്കുന്നത്. അത്തരം കഥകളൊക്കെ പറഞ്ഞു. റോബിയയ്ക്ക് റഷ്യൻ അറിയാം. സ്കൂളിൽ ഇപ്പോൾ കാര്യമായി റഷ്യൻ പഠിപ്പിക്കുന്നില്ലെങ്കിലും കുറെയൊക്കെ അവർക്കറിയാം. ഉസ്ബെക് ഭാഷയും ഇംഗ്ലീഷുമാണ് ഇപ്പോൾ സ്കൂളിൽ കൂടുതലായും പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് നിർബന്ധമായും ഇവരെ പഠിപ്പിക്കുന്നുണ്ട്.
പണ്ട് സോവിയറ്റ് കാലത്ത് റഷ്യൻ ഭാഷയാണ് നിർബന്ധമായി പഠിക്കേണ്ടിയിരുന്നത്. കാരണം സോവിയറ്റ് യൂണിയനിലെ എല്ലാ അംഗരാഷ്ട്രങ്ങളിലും കമ്മ്യൂണിക്കേഷനുള്ള പ്രധാന ഭാഷ റഷ്യൻ ആയിരുന്നു അന്ന്. ഇപ്പോഴും സർക്കാർ തലത്തിലുള്ള എഴുത്തുകുത്തുകൾക്കും കോടതി നടപടികൾക്കും റഷ്യനും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു നിന്നു. പിന്നെ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. സ്ത്രീ അവരുടെ വീടിന്റെ കനത്ത ഗേറ്റിംഗിലേക്ക് നടന്നു. എല്ലാ വീടിന്റെയും രീതി ഇങ്ങനെയാണ്. അതടച്ചു കഴിഞ്ഞാൽ വീട് സ്വകാര്യമായൊരു സ്ഥലമായി മാറി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ അവിടെ നിന്ന് കാറിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ്. സൈലീക് വലിയൊരു ഗ്രാമമാണ്. എല്ലാ വീടും ഏതാണ്ട് ഒരുപോലെയുണ്ട്. കുഴമണ്ണ് തേച്ചത് തന്നെ. എന്നാൽ ഈ കുഴമണ്ണ് ദ്രവിച്ചു പോകുന്നില്ല. ഇന്നാട്ടിലെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടുകൂടിയായിരിക്കാം അത്. കനത്ത മഴയോ നമ്മുടേതുപോലത്തെ കാലവർഷമോ ഒന്നും അവിടെ ഉണ്ടാവില്ല. വല്ലപ്പോഴും മഴ പെയ്യുന്നു. പിന്നെ ശൈത്യകാലത്തെ മഞ്ഞും. ഗ്രാമത്തിൽ ഇപ്പോൾ ചെറിയ ആളനക്കമുണ്ട്. ആൺകുട്ടികൾ കടയിൽ പോയിട്ടോ മറ്റോ മടങ്ങി വരുന്നു. ഒരു പയ്യൻ പാലും വാങ്ങി സൈക്കിളുമായി പോകുന്നത് കണ്ടു. അവന്റെ അടുത്ത് വണ്ടി നിർത്തി കുശലം ചോദിച്ചു. ഇവന് ഇംഗ്ലീഷ് കാര്യമായിട്ടൊന്നും അറിയില്ല. സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നുമില്ല. മൺവീടുകളാണ് കാണുന്നതെല്ലാം. കനത്ത മതിൽക്കെട്ടില്ലാത്ത ഒരു വീട് കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിന്നും യാത്ര തുടർന്ന് സൈലീക് ഗ്രാമത്തിന്റെ പ്രധാന ജംഗ്ഷനിലേക്കെത്തി. ഗ്രാമത്തിലെ പ്രധാന മാർക്കറ്റൊക്കെയാണ് ആ കാണുന്നത്. ഹൈവേയുടെ ഓരത്തെ വീടുകൾ സിമന്റ് കൊണ്ട് മതിൽ കെട്ടിയതും കുറച്ചുകൂടി മോഡേൺ രീതിയിലുള്ളതുമാണ്. സമ്പന്നരുടെ വീടുകൾക്കും രൂപത്തിൽ വലിയ വ്യത്യാസമില്ല. ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളിലെ മാറ്റമുള്ളൂ. 2 നിലയുള്ള വീടുകളും കാണാം. ഗ്രാമങ്ങളിലെ ശൈലി ഇപ്പോഴാണ് മാറി വരുന്നത്. ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 32 കൊല്ലമായി. 70 കൊല്ലക്കാലം സോവിയറ്റ് യൂണിയനിലായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 30 വർഷമായിട്ടും ഈ ഗ്രാമങ്ങളിലെ അവസ്ഥ വലിയ തോതിലൊന്നും മെച്ചപ്പെട്ടിട്ടില്ല. ഗ്രാമീണർ മിക്കവരും ദരിദ്രരാണ്. സോവിയറ്റ് കാലഘട്ടത്തിന് ശേഷം കാർഷിക മേഖലയിൽ ചെറിയ പുരോഗതി കൈവരിക്കാനേ ഉസ്ബെക്കിസ്ഥാന് കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് ഇത്തരം കാർഷിക ഗ്രാമങ്ങളിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുമാറാത്തതിന്റെ കാരണവും. സോവിയറ്റ് ഭരണകാലത്ത് കൃഷിഭൂമി ഗവൺമെന്റ് ഉടമസ്ഥതയിലായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഗവൺമെന്റ് ഭൂമി സ്വകാര്യവൽക്കരിച്ചു. കർഷകർക്ക് അതിന്റെ ഉടമസ്ഥാവകാശം നൽകുകയോ ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകുകയോ ചെയ്തു. ഇപ്പോൾ കാർഷിക മേഖലയിൽ വിപ്ലവമുണ്ടാക്കാനുള്ള നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. വിളകൾ മാറി മാറി കൃഷി ചെയ്യുക എന്നതാണ് അതിലൊന്ന്. ഗ്രാമങ്ങളിൽ കർഷകർക്ക് ട്രെയിനിംഗ് നൽകുന്ന ഒരു പരിപാടിയും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സോവിയറ്റ് കാലത്ത് വ്യാപകമായിരുന്ന പരുത്തി കൃഷി ഇവിടെ ഇപ്പോൾ പൂർവാധികം സജീവമായി കഴിഞ്ഞു. വീണ്ടും ഷിർഷിക് നദിയിലെ ഒരു ഡാമിനടുത്തേക്കെത്തുന്നു. ഒരു നദിയിൽ തന്നെ പല ഡാമുകൾ കെട്ടി ഓരങ്ങളിലെ കൃഷിഭൂമികൾക്ക് ജലം ലഭ്യമാക്കുന്ന സംവിധാനങ്ങൾ. ഇത് സോവിയറ്റ് യൂണിയൻ കാലത്ത് തന്നെ ഉള്ളതാണ്. ജലസേചനം പോലുള്ള സംവിധാനങ്ങൾ സോവിയറ്റ് കാലത്ത് പഞ്ചവത്സര പദ്ധതികളിലൂടെ വളരെ എഫക്റ്റീവായിട്ട് നടത്തിയിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള നാടുകളുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പോലും അതിന്റെ ഫലം എത്തിയിട്ടുണ്ട്. ആളുകളുടെ സാഹചര്യങ്ങളും ജീവിത നിലവാരവുമൊക്കെ അധികം ഉയർന്നിട്ടില്ലെങ്കിലും അക്കാലത്ത് അത്തരം കാര്യങ്ങളൊക്കെ വളരെ കാര്യക്ഷമമായി നടന്നിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗസൽഖണ്ഡ് എന്ന പട്ടണമാണിത്. ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ വിശപ്പ് അധികരിച്ചു. സമയം ഇപ്പോൾ 4 മണിയാകാറായിട്ടുണ്ട്. ഇവിടെ സംസ എന്നൊരു കട കണ്ടു. സംസ ഇവിടുത്തെ നാടൻ ഭക്ഷണമാണ്. നാട്ടുകാർ ഉച്ചഭക്ഷണമായിട്ടൊക്കെ കഴിക്കുന്ന വിഭവം. ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിച്ചെന്നു. തന്തൂർ സംസ, അതായത് തന്തൂർ അടുപ്പിലാണ് ഇതുണ്ടാക്കുന്നത്. ഒരു സ്ത്രീ മുറ്റമടിച്ചു നിൽക്കുന്നുണ്ട്. അവർ അകത്തേക്ക് കയറി പോയിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ മറ്റൊരു സ്ത്രീയുണ്ട്. ഒരു വലിയ തന്തൂർ അടുപ്പാണ് കയറി ചെല്ലുമ്പോഴേ കാണുന്നത്. അതിനകത്ത് ഈ സംസ ചുട്ടെടുക്കുകയാണ്. സംസ ഉരുളക്കിഴങ്ങിൻ്റേതുമുണ്ട്, മാംസത്തിൻ്റേതുമുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളത് മാംസത്തിൻ്റേത് മാത്രമാണ്.
നല്ല ചൂടുണ്ട് ഭരണി പോലുള്ള തന്തൂർ അടുപ്പിന്. അതൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ചൂടാണ് എന്ന് പറഞ്ഞ് അവരത് കാണിക്കാൻ തയ്യാറായില്ല. ഏതായാലും ഞങ്ങൾ ബീഫ് സംസ തന്നെ ഓർഡർ ചെയ്തു. ആദ്യം ഓരോന്ന് കഴിച്ചു നോക്കാൻ തീരുമാനിച്ച് ഓരോന്നെടുക്കാൻ പറഞ്ഞു. ഫ്രഷ് സംസ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ വന്ന് സ്ഥിരമായി ഇത് കഴിക്കും. നമ്മുടെ നാടൻ ചായക്കട പോലെ. ഇവർ ഇടനേരത്ത് കഴിക്കുന്ന ഒരു പ്രധാന ഭക്ഷണം സംസയാണ്. അത് 2 പ്ലേറ്റിനകത്ത് ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി തന്നു. സാധാരണയായി ഒരാൾ ഇത് 2ഉം 3ഉം ഒക്കെ കഴിക്കും. ഒരു തുണിയിട്ടാണ് സംസ മൂടി വെക്കുന്നത്. ചൂട് പോകാതിരിക്കാനായിരിക്കും. ഞങ്ങൾ ഓരോ ചായ കൂടി വേണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ചായ ഇവർ തരും. ഇവിടെ എന്തു ഭക്ഷണം കഴിക്കാൻ ചെന്നാലും മധുരമില്ലാത്ത നല്ല കട്ടൻ ചായ കിട്ടും. തറയൊക്കെ പരുക്കനായിട്ട് കിടക്കുന്നു. ഒരു മുളക് ചട്നിയും കൂടി കൊണ്ടുവന്നു വെച്ചു. സംസ കഴിക്കണമെങ്കിൽ അത് വേണം. അകത്ത് മാംസം വെച്ചിരിക്കുന്ന ഒരു പബ്സ് എന്ന് വേണമെങ്കിൽ ഇവിടുത്തെ സംസയെ വിശേഷിപ്പിക്കാം. നമ്മുടെ ബീഫ് പബ്സ്, ചിക്കൻ പബ്സ് എന്നിവയൊക്കെ പോലെ തന്നെ. ഇഷ്ടപ്പെട്ടു. ജീരകത്തിന്റെ രുചിയുണ്ടെന്നാണ് രാകേഷ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഞാൻ കഴിച്ചപ്പോൾ ജീരക രുചി അത്ര ഫീൽ ചെയ്തില്ല. മുളകിന്റെ നല്ല ചട്നി, അത് സംസയുടെ അകത്തൊഴിക്കും. അങ്ങനെ തന്നെ കഴിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഇറച്ചി പപ്സിന്റെ രുചി തന്നെയാണ്. അപ്പോഴത്തേക്കും 2-3 കോപ്പയും ജഗ്ഗും വന്നു. ചായ ഇങ്ങനെ തുടർച്ചയായി കുടിച്ചുകൊണ്ടിരിക്കും ഇന്നാട്ടുകാർ. ഇത്തരം നാടൻ കടകളിൽ അത് യഥേഷ്ടം കിട്ടും. ഭക്ഷണത്തിന്റെ ബില്ലിൽ ഉൾപ്പെടുന്നതാണത്. ചായക്കൊരു പ്രത്യേക ബില്ലുണ്ടാവില്ല. എന്തു വാങ്ങിയാലും കൂടെ ചായ കിട്ടും. വലിയ കടുപ്പമില്ലാത്ത നല്ല ചൂടുള്ള ചായ. വെള്ളം കുടിക്കുന്നത് പോലെയാണ് ഇവർ ഭക്ഷണത്തിന്റെ കൂടെ ചായ കുടിക്കുക. ഞങ്ങൾ ഈ 2 പപ്സ് കഴിച്ചു. ആദ്യത്തേതിനു ശേഷം 2 പപ്സ് കൂടി ഓർഡർ ചെയ്ത് വയർ നിറയ്ക്കുകയായിരുന്നു. 11,000 സോമായി ബിൽ തുക. നമ്മുടെ ഏതാണ്ട് 75 രൂപയാണത്. 75 രൂപയ്ക്ക് 2 പേർ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മിതമായ നിരക്കാണ്. അവിടെ നിന്നിറങ്ങുമ്പോൾ നേരെ എതിർവശത്ത് സംസാലാരി എന്ന വേറൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെയും ചെന്നു. ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കയറി ചെന്നതാണ്. ഒരു സ്ത്രീ അലസയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ എന്ത് സംസയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു. കുറച്ച് വാങ്ങിക്കൊണ്ടു പോയാലോ എന്ന് വിചാരിച്ചാണ്. കച്ചവടക്കാരിക്ക് വലിയ താല്പര്യമില്ല. അടുത്ത കടയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ഇതാണ് ഗസൽകെൻഡ് പട്ടണം. അത്യാവശ്യം വലിയൊരു പട്ടണമാണ്. ഷിർഷിക് നദിയുടെ തീരത്തെ ഒരു പട്ടണം തന്നെയാണിത്. ബോസ്റ്റൺ ലിക് ഡിസ്ട്രിക്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെന്ററാണിവിടം. സോവിയറ്റ് കാലത്ത് 1932 ഗസൽകെൻഡ് പട്ടണം സ്ഥാപിതമായത്. ഇപ്പോൾ 1/4 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്നുണ്ടിവിടെ. ലാദാ കാറുകളാണ് മുന്നിൽ പോകുന്നത്. അവിടെ വെച്ച് ഞങ്ങൾ വേറൊരു നദിയെ ക്രോസ് ചെയ്തു. അക്സ കട്ടാസായി എന്നൊരു നദിയാണ്. അക്സ കട്ടാസായി കുറച്ചപ്പുറത്ത് വെച്ച് ഷിർഷിക്കിൽ ചെന്നുചേരും. പോകുമ്പോൾ മലഞ്ചെരുവിലെ കൃഷിയിടങ്ങളും താഴ്വരയും ജലമൊഴുകുന്ന ഇടവും ഗസൽകെൻഡ് പട്ടണത്തിന്റെ ഒരു ഭാഗവുമൊക്കെ കാണാം. അതിവിശാലമായ ഭൂപ്രദേശങ്ങൾ. അവിടെ വെച്ച് വീണ്ടും നമ്മൾ ഹൈവേയിലേക്ക് കയറി. R12 ഹൈവേയിലേക്ക്. ഇങ്ങോട്ട് വന്നത് ഈ ഹൈവേയിലൂടെയാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് വലത്തോട്ട് തിരിഞ്ഞ് അമീർ സോയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ തിരിച്ച് വീണ്ടും ഹൈവേയിലേക്ക് കയറി. നേരെ താഷ്കണ്ടിലേക്ക് നീണ്ടുകിടക്കുന്ന ഹൈവേയാണിത്. ഷിർഷിക് നദിയും ഇതുപോലുള്ള നിരവധി ഡാമുകളും റിസർവോയറുകളും എല്ലാം ചേർന്ന് ഫലഭൂയിഷ്ടമാക്കുന്ന കാർഷിക പ്രദേശങ്ങളാണ് ഇവിടമൊക്കെ. ധാരാളം ഡാമുകളും കനാലുകളുമൊക്കെ പോകുന്ന വഴിക്കെല്ലാം കാണാം. കൂടാതെ ചെറിയ ചെറിയ വ്യവസായ കേന്ദ്രങ്ങളും. അതും പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടരുമ്പോൾ വീണ്ടും ഞാൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചാണ്. ഇപ്പോഴും കുതിരവണ്ടിയും കഴുതവണ്ടിയും ഒക്കെയുള്ള ഗ്രാമങ്ങളുണ്ട് ഇവിടെ. സോവിയറ്റ് കാലത്തിൽ നിന്നും വളരെ സാവധാനമാണ് ഇവിടുത്തെ ജീവിത നിലവാരം ഉയരുന്നത്.
നല്ല ഗതാഗത സംവിധാനമോ ആശുപത്രിയോ സ്കൂളോ ഇല്ലാത്ത ഗ്രാമങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. പർവ്വതമുകളിലെ ഗോത്രഗ്രാമങ്ങളാകട്ടെ പരമ്പരാഗത രീതികളിൽ മാത്രം പുലരുന്നവയാണ്. അന്ധവിശ്വാസങ്ങളും ബഹുഭാര്യാത്വം പോലുള്ള കാര്യങ്ങളുമെല്ലാം അവിടെയുണ്ട്. ഗ്രാമങ്ങളിൽ കുടുംബഭരണം ശരിക്കും സ്ത്രീകളുടെ ചുമതലയാണ്. കുട്ടികളെ നോക്കുന്നതും പാചകം ചെയ്യുന്നതും വീടും പരിസരവും വൃത്തിയാക്കി വെക്കുന്നതുമൊക്കെ അവർ തന്നെ. മറ്റു സമയങ്ങളിൽ അവർ കൃഷിയിടങ്ങളിൽ ആണുങ്ങളെ സഹായിക്കുന്നു. നിലമൊരുക്കൽ, വിത്തുനടൽ, വിളവെടുപ്പ്, കന്നുകാലി മേയ്ക്കൽ തുടങ്ങിയ പണികളൊക്കെ സ്ത്രീകൾ ചെയ്യും. നല്ല കരകൗശല വിദഗ്ധരുമാണ് ഉസ്ബെക്ക് സ്ത്രീകൾ. നെയ്ത്ത്, എംബ്രോയിഡറി, കുട്ടാവട്ടി നിർമ്മാണം, മൺപാത്ര നിർമ്മാണം എന്നിവയിലൊക്കെ വിദഗ്ധരാണ് ഉസ്ബെക്ക് ഗ്രാമീണ സ്ത്രീകൾ. പല ഗ്രാമങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഹൈവേയിൽ പണി നടക്കുന്നതുകൊണ്ടാണ് മറ്റൊരു പാതയിലേക്ക് വഴി തിരിച്ചുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ഉൾഗ്രാമങ്ങൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. സഞ്ചാരം തുടരുകയാണ് ഉസ്ബെക്കിസ്ഥാന്റെ ഉൾവഴികളിലൂടെ.